ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കുരുത്തോലയിൽ ഇതേപോലത്തെ മീൻ ഉണ്ടാക്കണം കേട്ടോ. മീൻ ഉണ്ടാക്കണം എങ്ങനെയെന്ന് ശ്യാം നിങ്ങൾക്ക് പഠിപ്പിച്ചു കേട്ടോ. നമുക്കപ്പോൾ ഈ മീൻ ഉണ്ടാക്കാൻ വേണ്ടി 4 പീസ് കുരുത്തോല ഇത് നമ്മളിപ്പോൾ ഒരു കുരുത്തോലയിൽ നിന്ന് 2 എണ്ണം വെച്ച് കിട്ടും. അങ്ങനത്തെ 4 എണ്ണമാണ് വേണ്ടത്. അത് ഈക്വലായിട്ട് ചെയ്ത് നമ്മളിപ്പോൾ 4 എണ്ണം എടുത്ത് ആദ്യത്തെ ഓരോന്ന് വെച്ച് ചെയ്യാം, എന്നാലേ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആദ്യമേ ഇപ്പം മടക്കി വെച്ചേക്കണതില്ലേ, മടക്കി വെച്ചേക്കണതിൽ ഒരെണ്ണം നമ്മൾ ഇങ്ങനെ എടുത്ത് ലോക്ക് ചെയ്യുക. അതായത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള രീതിയിൽ. അതിനുശേഷം ഇപ്പോൾ മുകളിൽ വന്നിരിക്കുന്ന ഭാഗം നമ്മൾ അടുത്തതിൽ ഇങ്ങനെ ലോക്ക് ചെയ്യണം. അതായത് 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം. 3 എണ്ണത്തിലും ചെയ്യാറുണ്ട്. ഞാൻ കണ്ടത് 3 എണ്ണത്തിൻ്റെയാണ്. 4 എണ്ണത്തിൻ്റെ ഞാൻ ചെയ്ത് നോക്കിയതാണ്, സക്സസ് ആയി. അടുത്തത് നമ്മൾ അടിയിലേക്ക് കൂടി ഇട്ട് ലാസ്റ്റത്തെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ആ ഒരു ഇല്ലെങ്കിൽ കൈ കിടന്നിങ്ങനെ വെറുതെ ആടിക്കൊണ്ടിരിക്കും. 4 എണ്ണം ഇട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ വെർട്ടിക്കലായിട്ടും കൂടി നമ്മൾ 4 എണ്ണം ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഇതിപ്പോൾ മുകളിൽ കൂടിയാണ് പോയേക്കണം. അപ്പോൾ അടുത്തത് പോകാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക്, അതായത് ഇൻ്റർലോക്ക് ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് കണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. നാലും അതേപോലെ തന്നെ ഈക്വലായിട്ട് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ മര്യാദക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഇത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പായ നെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതായത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ സ്റ്റാപ്ലർ പിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാപ്ലർ പിൻ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി, അതായത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മടക്കാനായിട്ടുള്ള എളുപ്പത്തിന്. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നല്ല, ഇത് വിട്ടിന് പോകരുത്. ഇതിൻ്റെ ഒരു ടൈറ്റിലാണ് ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം നിൽക്കുന്നത്. സംഭവം എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് നമ്മ നേരെ അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലത്തെ ഈ 2 എണ്ണം, സെൻറ്ററിലത്തെ 2 എണ്ണം ഉണ്ടാ കട്ട് ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്.
കാരണം ഫ്രണ്ടിലത്തെയും ലാസ്റ്റത്തെയും വരുന്ന ഈ 2 ഓല എന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലത്തെ ടൈല്, ഇത് മുകളിലത്തെ ടൈൽ മറ്റേ ചിറകായിട്ട് വരുന്ന ഭാഗം. ഇത് ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലത്തെ നമ്മുടെ പഴയ മെടഞ്ഞെടുത്തിട്ടുള്ള പായൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ ഇത് കണ്ടത്. ഞാനിപ്പോൾ ലോക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. ശരിക്കും ഇത് സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. വേണ്ട ഇത് പറഞ്ഞാൽ ഈ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടി ഉള്ളതിൻ്റെ അകത്തൊന്ന് ലോക്ക് ചെയ്ത് ഇപ്പുറത്തെ പീസ് ഈ വരുന്നത് ഇതിൻ്റെ അകത്ത് നേരെ ഇപ്പം നോക്കിയിട്ടൊന്ന് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത്, കാരണം അഡീഷണലിന് പുറത്തോട്ടൊന്നും ചാടി പോരുതല്ലോ. എന്നിട്ട് സംഭവം ഫുള്ള് ലോക്കിംഗ് സെറ്റപ്പാണ്. പിന്നെ ആ ഒരു ടൈറ്റിൽ നിന്നോളണം. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടിയിലാണ് എല്ലാം ഇരിക്കുന്നത്. അമ്മ ഇപ്പോൾ സ്റ്റാപ്ലർ യൂസ് ചെയ്യാത്തതുകൊണ്ടില്ലേ, ജസ്റ്റ് സാധനം ഇപ്പോൾ ടൈറ്റാണ്. ഇത് കണ്ട അനങ്ങിയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്നൊരു ഹോൾഡിനും കൂടി വേണ്ടിയിട്ട് അമ്മ മാസ്കിൻ ടേപ്പ് ചെറിയ 2 പീസല്ല, അതായത് വാലിൻ്റെ ഭാഗം ആ സൈഡായിട്ട് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ ഡബിൾ സൈഡ് പോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ആരും കാണേമില്ല. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പുറത്തെ വാലിൻ്റെ ഭാഗം, കാരണം ഇവിടെ ലോക്ക് വീഴില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം സ്റ്റാപ്ലർ ആണെങ്കിൽ ആ പെർഫെക്റ്റ്ലി ആ പിന്നടിക്കുന്ന അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇരിക്കും. അതേപോലെ തന്നെ ഈ 2 സൈഡും നമ്മൾ ചെയ്ത് കൊടുക്കുക, കാരണം ലോക്ക് വീഴാത്ത ഭാഗത്ത്. ഏകദേശം നമ്മുടെ മീനിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടുള്ള വാലും അടിയിലത്തെ വാലൊക്കെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ എന്തോരം നീട്ടത്തിൽ വേണം ആ ഒരു നീട്ടത്തിൽ നമുക്കിപ്പോൾ ഏഞ്ചൽ ഫിഷിൻ്റെ ആ ഒരു മൂഡിൽ കൊടുക്കണമെങ്കിൽ ആ ഒരു ഇതിൻ്റെ അകത്തായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മുകൾ ഭാഗവും പിന്നെ ബാക്കിലത്തെ വാലിൻ്റെ ഭാഗം. പിന്നെ നമ്മുടെ മീന് വേണ്ടത് കണ്ണും വായുമാണ്. അതിന് നമ്മൾ മാർക്കർ ഉപയോഗിക്കുക. ഇപ്പോൾ പോയിൻ്റ് മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായയുടെ ആ ഒരു ഷേപ്പ്, ഒരു മൂക്കിൻ്റെ ഒരു ഇത്, പിന്നെ അത്യാവശ്യം നല്ലൊരു കണ്ണ്, അത് തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലൊരു കണ്ണ്, ഒരു വായ, ചെറിയൊരു തോട്ട്, മൂക്കിൻ്റെ ആ ഒരു ഇത്. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഇത് സെറ്റായിരിക്കുകയാണ്. ഇനി അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ കുരുത്തോലയുടെ തന്നെ ഈർക്കിൽ, അതായത് ഇപ്പോൾ ഉണ്ടാക്കിയത് നശിക്കാത്ത രീതിയിൽ ജസ്റ്റ് പതുക്കെ അതും ഈർക്കിൽ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാത്ത രീതിയിൽ നമ്മൊന്ന് പതുക്കെ ഒന്ന് ഉള്ളിലോട്ട് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ
വേണ്ട ഇതേപോലെ ഇറുക്കിൽ നിന്ന് ഇങ്ങനെ ആടുന്ന മീൻ. എന്തായാലും പിള്ളേരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കാണാനൊരു രസമാണ്, കൗതുകം, ഒരു ക്രാഫ്റ്റ്. അപ്പം ഇന്നത്തെ ഈ കുരുത്തോലയുടെ ക്രാഫ്റ്റ്, കുരുത്തോല വെച്ച് ഈ മീൻ ഉണ്ടാക്കിയേക്കണത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റായി ഒന്ന് എഴുതിയേക്കണേ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായ്.